ഹായ്, അബൂരീക്കോടാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഉള്ളിയെ വേണ്ടാത്ത ബീഫ് തയ്യാറാക്കാം. നല്ല സ്പൈസി ഫ്രൈ. ഈ ഉള്ളി ഉപയോഗിക്കാതെ എങ്ങനെയാണ് ബീഫ് ഫ്രൈ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ. കൈരളിയിലാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിലും കൈരളിക്ക് കുസൃതി അല്പം കൂടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നോക്കൂ, രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കെ സുരേന്ദ്രനെ മാറ്റിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഏഷ്യാനെറ്റ് മുതലാളി ആ പദവിയും അങ്ങ് വാങ്ങിച്ചു എന്നുള്ളത് തന്നെയാണ്. അല്ലാണ്ട് എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആള് ഈ കേരളത്തിൽ BJPക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പണിയെടുത്തിട്ടാണോ? BJPയുടെ ഏതെങ്കിലും ഘടകത്തിൽ പ്രവർത്തിച്ചാണോ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി മാറിയിട്ടുള്ളത്? ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും ഇതൊന്നും ചർച്ചയില്ല കേട്ടോ. അവർക്ക് CPIMന്റെ സെക്രട്ടറി, CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, ഇനിയിപ്പോ പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോകുന്നു. ആരാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായി മാറുക? ആരൊക്കെ പൊളിറ്റ് ബ്യൂറോയിൽ വരും? അവരുടെയൊക്കെ ക്വാളിറ്റി എന്താണ്? ഇതൊക്കെ പരിശോധിക്കലാണ് ഇവരുടെ പണി, ഇവിടുത്തെ മാധ്യമങ്ങളുടെ പണി. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെതടക്കം അവരുടെ മുതലാളി രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവി പൈസ കൊടുത്ത് വാങ്ങിയത്, അല്ലെങ്കിൽ അയാൾ ആ സ്ഥാനത്ത് എത്തിയത് എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് എന്നത് ഒന്നും ഇവർക്ക് പ്രശ്നമല്ല. എന്തായാലും കാര്യങ്ങൾ അടിപൊളിയാണെന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തല്ലോ, അതിനെക്കുറിച്ച് VD സതീശന്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് എന്താണ് പറയാനുള്ളത് എന്നൊന്ന് കേൾക്കാം. എന്നാലും രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു BJPയുടെ ഐഡിയോളജി ഉള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെയുണ്ട്, അവരോടല്ലേ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ല അദ്ദേഹത്തോടല്ലല്ലോ വ്യക്തിപരമായി. ആര് വേണമെങ്കിലും വരട്ടെ, അല്ല അതല്ല, ആര് വേണമെങ്കിലും വരട്ടെ, അവരുടെ ലീഡർഷിപ്പിൽ ആര് വേണം. നമ്മൾ വ്യക്തികളോടല്ലല്ലോ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ആരിപ്പോ സുരേന്ദ്രനോടാണ് നമ്മൾ ഇത്ര നാൾ ഫൈറ്റ് ചെയ്തത്? അല്ലല്ലോ, നമ്മൾ സുരേന്ദ്രൻ വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജിയോടാണ്. രാജീവ് ചന്ദ്രശേഖർ BJP ഐഡിയോളജി ഉള്ള ആളാണെന്ന് തോന്നുന്നില്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ വെളുപ്പിക്കാൻ ഇതിനേക്കാൾ മികച്ചൊരു സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യമുണ്ടോ? കോൺഗ്രസ് നേതാവ്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് പറയുന്നത്, BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ BJPയുടെ ഐഡിയോളജി ഉള്ള ആളല്ല. BJPയുടെ ഐഡിയോളജി ഇല്ലാത്ത ഒരാളെ BJP സംസ്ഥാന അധ്യക്ഷനാക്കി മാറ്റുമോ? സതീശനെല്ലാം പഠിച്ചു പറയുന്ന ആളാണല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു ഉളുപ്പുമില്ലാതെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തേണ്ടി വരുന്നത്? ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ. എന്ത് നിലപാടാണ് VD സതീശൻ ഉയർത്തിപ്പിടിക്കുന്നത്? BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ BJPയുടെ ഐഡിയോളജി ഉള്ള ആളല്ല. എന്തായാലും സതീശന്റെ അത്രയും വരൂല എന്നാണോ സതീശൻ ഉദ്ദേശിച്ചത് എന്നറിയില്ല. അങ്ങനെ കൂടെ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ടല്ലോ. രാജീവ് ചന്ദ്രശേഖറിനേക്കാൾ യോഗ്യൻ, BJPയുടെ ഐഡിയോളജിയുമായി യോജിച്ചു പോകുന്ന ആള് താനാണ് എന്നാണോ സതീശൻ ഉദ്ദേശിക്കുന്നത്? നോക്കൂ നിങ്ങൾ, ഇത് ഇന്ന് പറഞ്ഞാട്ടോ. ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിനെ തെരഞ്ഞെടുത്തതിന്റെ തീരുമാനിച്ചതിന്റെ ശേഷം VD സതീശന്റെ അഭിപ്രായമാണിത്. എന്നാൽ ഇതേ രാജീവ് ചന്ദ്രശേഖറിനെ കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറയുന്നുണ്ട്. അതുകൂടി ഒന്ന് കേൾക്കാം. അത്ര മാത്രമേ അതിൽ കാണേണ്ടതായിട്ട്. ഏത് വിഷം എന്നല്ല, കൊടും വിഷം, വെറും വിഷമല്ല, അതൊരാക്ഷേപമല്ല. അദ്ദേഹത്തിന് അലങ്കാരമായിട്ടല്ലേ കാണുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നല്ലേ അദ്ദേഹം കാണുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ വിഷന്നേ അന്ന് ഞാൻ പറഞ്ഞുള്ളൂ, ഇപ്പൊ കൊടും വിഷം എന്ന് പറയാം, അത്രയേ ഉള്ളൂ. ശരി, ബാക്കി നമുക്ക് പിന്നെ ആകാം. ഇത്രയും പോരെ ഇപ്പോ. ശരി, നോക്കൂ, 2 കൊല്ലം മുമ്പേ പറഞ്ഞിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച്. രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിൽ മത്സരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സമയത്ത് BJP അതിനു മുമ്പേ തന്നെ മന്ത്രിയാക്കിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് കൊണ്ടുവന്നപ്പോ ഇവിടെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു? ഇതേ VD സതീശൻ പറഞ്ഞ അഭിപ്രായമായിരുന്നില്ലേ? അയാൾ ഒരു BJPക്കാരനൊന്നുമല്ല, അയാൾ ഒരു നിഷ്പക്ഷനായിട്ട് നിൽക്കുന്ന ആളാണ്, ഏഷ്യാനെറ്റിന്റെ മുതലാളിയാണ്, വ്യവസായിയാണ്. അപ്പൊ അയാളുടെ ഭാഗത്ത് നിന്ന് അയാൾ BJPയുടെ ഐഡിയോളജി ഒന്നും ഉയർത്തിപ്പിടിക്കുന്ന ആളല്ല, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരാളെയാണ് നമ്മൾ വിജയിപ്പിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു അയാൾ വിഷമല്ല, കൊടും വിഷമാണ്. അതാണിപ്പോ നമ്മൾ കണ്ടത്.
കൊടും വിഷമല്ലെങ്കിൽ, സുരേന്ദ്രനേക്കാൾ വിഷമല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാവാൻ വേറെന്ത് യോഗ്യതയാണ് BJP കൽപ്പിക്കുന്നത്? BJP അയാൾക്ക് കൽപ്പിച്ച യോഗ്യത പിണറായി പറഞ്ഞ യോഗ്യതയാണ്. അതുകൊണ്ടാണ് അയാൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി മാറിയത്. ഇതാണ് രണ്ട് നിലപാടുകൾ തമ്മിലുള്ള വ്യത്യാസം. പഠിച്ചു പറയുന്ന സതീശൻ പറഞ്ഞത് BJPയുടെ ഐഡിയോളജി ഉള്ള ആളല്ല എന്നാണ്. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ അയാൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാവുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് പറഞ്ഞു, രാജീവ് ചന്ദ്രശേഖർ വിഷമല്ല, കൊടും വിഷമാണ്. മനസ്സിലായില്ലേ? ഈ രണ്ട് നേതാക്കളെ വിലയിരുത്താൻ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മതി. രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ, BJP സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിൽ ഇവർ നടത്തിയ സ്റ്റേറ്റ്മെന്റുകൾ, അത് മാത്രം മതി ഇവരെ വിലയിരുത്താൻ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.